ഹലോ ഗായ്സ്. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ എന്താ പറയുക, സോളിഡ് അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചാംഫറിനെ പറ്റി പഠിക്കുന്നത്. ഫില്ലറിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചാംഫറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാംഫറിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ ചാംഫർ ടൂള്. അപ്പോൾ ഞാൻ ആദ്യം ചാംഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുവാണ്. റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം ചാംഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ചാംഫർ ടൂൾ. ഈ സ്കെച്ച് ഫില്ലറിന്റെ ഈ ഡ്രോപ്പിൽ വരുന്നതാണ് ചാംഫർ. അവിടെ സ്കെച്ച് ചാംഫർ ഉണ്ട്. അപ്പോൾ ചാംഫർ എടുത്ത പാട് നമുക്ക് എന്താ ചാംഫർ പാരാമീറ്റേഴ്സ്. ഇത് ചാംഫറിന്റെ പ്രോപ്പർട്ടി മാനേജറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചാംഫർ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ ഒന്നുള്ളത് ആംഗിൾ ഡിസ്റ്റൻസ്, രണ്ടാമത്തത് ഡിസ്റ്റൻസ്, പിന്നെ ഈക്വൽ ഡിസ്റ്റൻസിന്റെ ഒരു ബോക്സ്. ഞാൻ തൽക്കാലം ഈക്വൽ ഡിസ്റ്റൻസ് കളഞ്ഞ് ഈക്വൽ ഡിസ്റ്റൻസ് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് എടുക്കാം. ഡിസ്റ്റൻസ് കൊടുത്താൽ ഈ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ട് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഒന്ന് 10 mm ആണുള്ളത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചാംഫർ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഈ ലൈനുമാണ് ചാംഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത പാട് നിങ്ങൾക്ക് കാണാം ഇവിടെ ചാംഫർ വന്നപ്പോൾ ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് 10, ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് 10. അതാണ് ഡിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ചാംഫർ ചെയ്യുമ്പോൾ രണ്ട് ലൈൻ നമ്മൾ ചാംഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ആ വേർട്ടെക്സിൽ നിന്ന് ഈ ചാംഫർ ചെയ്യുമ്പോൾ വരുന്ന വേർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒന്ന് കാണിച്ചല്ലേ, ഞാൻ ഇനി അടുത്തൊരു ഇതിൽ ഞാൻ ഇതിനെ മാറ്റി ഒരു ഡിസ്റ്റൻസ് 20 ആക്കി. ഇനി നമുക്ക് നോക്കാം. ഇനിയിപ്പം ഞാൻ ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഫസ്റ്റ് ലൈനിൽ നിന്നാണ് ഫസ്റ്റിന് D1 D2. ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നതാണ് ഡിസ്റ്റൻസ് D1 വരുന്നത്, സെക്കൻഡ് സെലക്ട് ചെയ്യുന്നത് D2. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഈ വേർട്ടെക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10. ഫസ്റ്റിൽ നമ്മൾ 10 കൊടുത്തത്. ഈ വേർട്ടെക്സും തമ്മിൽ വരുന്ന ഡിസ്റ്റൻസ് 20. ഇതാണ് എന്താ പറയുക രണ്ടാമത്തെ. അതായത് ഡിസ്റ്റൻസിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് ചാംഫർ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പം സെയിം ഡിസ്റ്റൻസ് ആണ് വേണ്ടെങ്കിൽ നമ്മളൊന്നും വേണ്ട, ഈക്വൽ ഡിസ്റ്റൻസ് അങ്ങ് ടിക്ക് ചെയ്യാം. അപ്പം നമുക്ക് എന്താ ഇതുപോലത്തെ ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള വരുത്താൻ പറ്റും. ഇപ്പം ഞാൻ ഇതിൻ്റെ ഡിസ്റ്റൻസ് 15 കൊടുക്കുകയാണ്. നമുക്ക് ഈ സൈഡ് ചെയ്യാം. ഈ സൈഡിൽ ഞാനിതാ ഇത് രണ്ടും സെലക്ട് ചെയ്ത് അപ്പോൾ ചാംഫർ കിട്ടി. ഇതും 15 ആണ്, ഇതും 15 ആണ്. ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇനി അടുത്ത നമുക്കെന്താ ചാംഫറിൽ ബാക്കി നിൽക്കുന്ന ഒരു ഓപ്ഷനാണ് ആംഗിൾ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ തന്നെ അറിയാം. അതായത് D1 നമ്മൾ എത്ര ഡിസ്റ്റൻസിലാണോ നമ്മൾ ഇതിനെ ചാംഫർ ചെയ്യാൻ പോണേ, അതേപോലെ തന്നെ എത്ര ആംഗിളിലാണ് ചാംഫർ ചെയ്യാൻ പോണേ. അതായത് ഇവിടെ ആംഗിൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഈ ആംഗിൾ എത്രയാണെന്നും കൂടി ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് സെറ്റായിട്ട് 15-45 ഡിഗ്രി ഉണ്ട്. നമുക്ക് തൽക്കാലം കിടക്കുന്ന അതുപോലെ തന്നെ മാറ്റാമെന്ന് പോകുന്നില്ല. ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഫസ്റ്റ് ഏതൊക്കെ ആംഗിളിൽ നിന്ന് ഇതാണ് കണ്ടോ. ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന D1 ഡിസ്റ്റൻസ്, അത് നമ്മൾ എടുക്കുന്ന ഫസ്റ്റത്തെ ലൈൻ ആണിത്. രണ്ടാമത് ആംഗിൾ, അതായത് ഈ ലൈനും ചാംഫർ ചെയ്ത് തരുന്ന ലൈനും തമ്മിലുള്ള ആംഗിൾ 45 ഡിഗ്രി, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അണ്ടു അടിച്ചിട്ട് ഒന്നും കൂടി ചെയ്യാം. നമുക്ക് ഒരെണ്ണം കൂടി കാണിച്ചു തരാം. അതായത് ഞാനിപ്പോൾ ഇതിൻ്റെ ആംഗിൾ ഒരു 30 ആക്കി, ഈ ഡിസ്റ്റൻസ് ഒരു 25 ആക്കി. സെലക്ട് ചെയ്തു. ഇതാണോ ഈ ഡിസ്റ്റൻസ് ചാംഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഡിസ്റ്റൻസ് 25 mm. അതേപോലെ തന്നെ ഈ ആംഗിൾ, ഈ സൈഡും ഈ ചാംഫർ ചെയ്ത് വരുന്ന സൈഡും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി. സോ ഗൈസ്, അപ്പോൾ ചാംഫറിൽ നമുക്ക് ഇത്രയേ നോക്കാനുള്ളൂ. ഇതിൽ കൂടുതലായിട്ടൊന്നും നോക്കാനില്ല. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ ഒരു ടൂളിനെ പറ്റി ഞാൻ അടുത്ത ക്ലാസ്സിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.